റോമൻ റെയിൻസ്, കോഡി റോഡ്സ് ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് അല്ലെങ്കിൽ ഇവർക്കൊരു വലിയ മാച്ച് വീണ്ടും വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ന്യൂസ് എല്ലാം വരുന്നുണ്ട്. അതായത് ചാപ്റ്റർ 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മാച്ച് നടക്കുകയാണെങ്കിൽ കോഡി റോഡ്സ് ഹീൽ ടേൺ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് നോക്കാം. അതിനോടൊപ്പം റോ ബ്രാൻഡിൽ വർക്ക് ചെയ്യുന്ന റിക്കോഷെറ്റ് ഇപ്പോൾ WWE റിലീസ് എല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണോ? റിക്കോഷെറ്റ് WWE വിട്ട് പോകുമോ? ഈ കാര്യത്തെ പറ്റി എല്ലാം പറയാം. അപ്പോൾ ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന റിയ റിപ്ലി വേഴ്സസ് ലിവ് മോർഗൻ മാച്ച് സമ്മർ സ്ലാമിൽ നടക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അതായത് റിയ റിപ്ലി ഇപ്പോഴും ഇഞ്ചുറിയിൽ നിന്നും റിക്കവർ ആയിട്ടില്ല എന്നും അതിന് ഇനിയും സമയം എടുക്കുമെന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമ്മർ സ്ലാമിൽ ഈ മാച്ച് അല്ലെങ്കിൽ റിയ റിപ്ലി വന്നുകൊണ്ട് ലിവ് മോർഗനെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ മാച്ച് ചെയ്യണമെങ്കിൽ 100% മെഡിക്കലി ക്ലിയർ ആകണം, എന്നാൽ മാത്രമേ മാച്ച് ചെയ്യാനായിട്ട് അനുവദിക്കൂ. അപ്പോൾ അതുവരേക്കും റിപ്ലി വരില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ മാച്ച് നീണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇനി റോ ബ്രാൻഡിൽ വർക്ക് ചെയ്യുന്ന റിക്കോഷെറ്റ് WWE വിട്ട് പോകുന്ന കാര്യത്തെപ്പറ്റി പറയാം. അപ്പോൾ ഇത് വെറും റൂമർ ന്യൂസ് മാത്രമാണോ? റിക്കോഷെറ്റ് ശരിക്കും പോകുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ റിക്കോഷെറ്റ് പോകാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അതായത് റിക്കോഷെറ്റിന്റെ കോൺട്രാക്റ്റ് ഉടനെ അവസാനിക്കും. എന്നാൽ അതിനേക്കാൾ മുൻപായിട്ട് റിക്കോഷെറ്റ് ഇപ്പോൾ WWEക്ക് ഒരു നോട്ടീസ് കൊടുത്തതായിട്ടാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അതായത് റിക്കോഷെറ്റ് സ്വന്തമായിട്ട് റിലീസ് ആവശ്യപ്പെട്ടതായിട്ടാണ് WWE കൊടുത്ത നോട്ടീസ് അല്ലെങ്കിൽ ലെറ്ററിൽ പറയുന്നത്. അപ്പോൾ റിക്കോഷെറ്റുമായിട്ടുള്ള ഈ ഡീൽ അവസാനിച്ചതിന് ശേഷം അദ്ദേഹം മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് പോകും. കൂടുതൽ ചാൻസ് AEW അല്ലെങ്കിൽ ഇമ്പാക്ട് റെസ്ലിംഗ് ആയിരിക്കും. പിന്നെ ഇതേപോലെ വർഷങ്ങൾക്ക് മുൻപും വന്നിട്ടുണ്ട്. അവസാനം റിക്കോഷെറ്റ് തന്നെ രംഗത്ത് വന്ന് പറഞ്ഞത് താൻ WWE വിട്ട് എങ്ങും പോവില്ല, WWE തന്നെ വർക്ക് ചെയ്യുള്ളൂ എന്നൊക്കെയാണ്. ഇനി ഇതും അതുപോലെ ആകുമോ എന്നറിയില്ല. പക്ഷേ ഇതിപ്പോൾ കൺഫേം പോലെയാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. റിക്കോഷെറ്റ് WWE വിട്ട് പോകുമെന്ന്. അതിന് കാരണങ്ങളുണ്ട്. ഒന്നാമത് കറക്റ്റായിട്ടുള്ള നല്ല നല്ല മാച്ചൊന്നും റിക്കോഷെറ്റിന് ബുക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സ്പെഷ്യൽസിലൊന്നും റിക്കോഷെറ്റിന് ഒട്ടും മാച്ച് കിട്ടുന്നില്ല. ചാമ്പ്യൻഷിപ്പ് അവസരം പോയിട്ട് നല്ല മാച്ച് പോലും ഇപ്പോൾ കിട്ടുന്നില്ല. അതുപോലെ ഈ അടുത്ത് സ്പീഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ സ്മാക്ക് ഡൗൺ കഴിഞ്ഞപ്പോൾ ആൻഡ്രോയിഡെ വിൻ ചെയ്തിട്ടുണ്ട്. അതായത് റിക്കോഷെറ്റ് ആ ഒരു ചാമ്പ്യൻഷിപ്പും തോറ്റു. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ റിക്കോഷെറ്റ് WWE വിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇങ്ങനെ കാണിക്കാനാണ് പ്ലാൻ എങ്കിൽ ബ്രോൺ ബ്രേക്കർ, ഇല്യ ഡ്രാഗനോ, റിക്കോഷെറ്റ് ഇവർക്കൊരു സ്റ്റോറി പോകുന്നുണ്ട്. അതിൽ ബ്രോൺ ബ്രേക്കർ അറ്റാക്ക് ചെയ്തുകൊണ്ടോ റിക്കോഷെറ്റിന് വലിയ ഇഞ്ചുറി സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓഫ് TVയിലേക്ക് റിക്കോഷെറ്റിന് മാറ്റാൻ ചാൻസ് ഉണ്ട്. ന്യൂസുകൾ പ്രകാരം റിക്കോഷെറ്റ് പോകും എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇനി റോമൻ റെയിൻസ്, കോഡി റോഡ്സ് ഒരു വലിയ മാച്ച് ചാപ്റ്റർ 3 ആയി നടക്കും എന്നാണ് ഇപ്പോൾ ഒരുപാട് റൂമറായിട്ട് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഭയങ്കരമായി വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ പറയുന്ന കാര്യം ഒട്ടും നടക്കാൻ സാധ്യതയില്ല. അത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ചാപ്റ്റർ 3 അല്ലെങ്കിൽ മൂന്നാമതൊരു മാച്ച് നടക്കുമ്പോൾ റോമൻ റെയിൻസ് ബേബി ഫേസ് റെസ്ലറായിട്ടും കോഡി റോഡ്സ് ഹീൽ ടേൺ ചെയ്തുകൊണ്ടും ഇവർക്ക് മാച്ച് നടക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ WWE ഫേസ് ആയിട്ടാണ് ഇപ്പോൾ കോഡി റോഡ്സിനെ ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ കോഡി റോഡ്സിന് ഇപ്പോഴും വേറെ ലെവൽ സപ്പോർട്ട് ഫാൻസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കോഡി റോഡ്സിനെ ഹീൽ ടേൺ ആക്കി ഇവർക്ക് മൂന്നാമത് മാച്ച് ഒന്നും വെക്കാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ റോമൻ സോളോ സിക്കാവയുടെ ബ്ലഡ് ലൈൻ്റെ കൂടെയാണ് സ്റ്റോറി പോവുക എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു റോമൻ ന്യൂസിനെ പറ്റി ഇത്രയാണ് പറയാനായിട്ടുള്ളത്.